വടാപ്പാവ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. 1 കപ്പ് കടലപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത്, 1 കപ്പല്ല വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. നല്ല തിളച്ച എണ്ണയിലേക്ക് ആദ്യം നമുക്ക് കൈ ഉപയോഗിച്ചത് ഇതുപോലെ മിക്സറിലൊക്കെ കിടക്കത്തില്ലേ ഉണ്ടയായിട്ട്, അതുപോലെയുള്ളത് റെഡിയാക്കി എടുക്കുന്ന. ഇവരൊക്കെ ചുര എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ക്രിസ്പിയാക്കി എടുത്ത് മാറ്റി വെക്കുക. സെയിം എണ്ണയിൽ തന്നെ 1 തുടം വെളുത്തുള്ളിയും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് രണ്ടും ഉപയോഗിച്ച് ഒരു ചട്നി പൗഡർ തയ്യാറാക്കും. അതാണ് ഈ വടാപ്പാവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ പൊടിച്ച് മാറ്റി വെക്കുക. അടുത്തത് നമുക്ക് ബോണ്ട തയ്യാറാക്കാനായി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 4 മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ച് പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തണുക്കുന്നതിനായി മാറ്റി വെക്കുക കേട്ടോ. ഞാനിവിടെ ചൂടോട് കൂടി തന്നെയാണ് ഉരുള പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഉരുള പിടിച്ചെടുക്കുക. ഒരു മീഡിയം സൈസ് ബോൾ പോലെ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ. ഏകദേശം ഒരു 10-12 ബോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ ഇത് ഓരോ ഉരുളകളായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ബോണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ തിളച്ച എണ്ണയിലേക്കിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മളുടെ സാധാരണ ബോണ്ട തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന്. സെയിം എണ്ണയിലേക്ക് നമുക്കൊരു 8-10 പച്ചമുളക് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അടുത്ത ഗ്രീൻ ചട്നി തയ്യാറാക്കണം. 1 ബഞ്ച് മല്ലിയിലയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചു കൊണ്ടുവരാം. അപ്പം നമുക്ക് വടാപ്പാവ് സെറ്റ് ചെയ്യാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബണ്ണെടുക്കാം. സാധാരണ പാവ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ റൗണ്ട് എടുത്തത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം ഗ്രീൻ ചട്നി ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൗഡറും ഒരു ബോണ്ട എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമുളക് വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചുരയുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് പറയും. ഹലോ, താങ്കളുടെ എക്സ്പീരിയൻസ്?